എൻ്റെ സ്ക്രീൻ കാണാലോ? സ്ക്രീൻ കാണാലോ? ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറേ എഫക്റ്റുകളാണ്. ഹലോ, ഓക്കെ, ശ്രദ്ധിക്കേട്ടാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കുറേ എഫക്റ്റുകളാണ്. ഫോട്ടോഷോപ്പിൽ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ എഫക്റ്റുകളുണ്ട്. നമുക്ക് നമ്മുടെ വർക്കിനെ കുറച്ച് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കുറേ എഫക്റ്റുകൾ. അപ്പോൾ ആ എഫക്റ്റുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററുകൾ എന്നുള്ള പേരിലാണ് ഫോട്ടോഷോപ്പിൽ അറിയപ്പെടുക. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എഫക്റ്റുകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഫോട്ടോഷോപ്പിൽ ഫിൽറ്ററുകൾ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുക, ഈ എഫക്റ്റുകളെ അറിയപ്പെടുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ നിന്നൊരു പേജ് ഓപ്പൺ ആക്കുന്നു. സാധാരണ ഒരു പേജ് ഓപ്പൺ ആക്കി ഞാനിവിടെ, എല്ലാവരും ശ്രദ്ധിക്കാം. ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോ എന്തിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യാം, ഫോട്ടോസിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായ? എന്ത് ഇതിൻ്റെ മുകളിലും നമുക്ക് എഫക്റ്റ് ചെയ്യാം. ഞാനൊരു ഫോട്ടോസ് ഓപ്പൺ ആക്കി. ഈ ഫോട്ടോസ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഫോട്ടോനെ നമ്മൾ നമ്മുടെ പേജിലേക്ക് വലിച്ചിട്ടു. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ്. കൺട്രോൾ T അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ചെറുതാക്കി. ഇതൊക്കെ അറിയണതാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ആ പേജ് സൈസ് കുറവായതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട്, ഫിൽറ്റർ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഫിൽറ്റർ എന്നുള്ളൊരു മെനു കണ്ടോ നിങ്ങൾ? ഫിൽറ്റർ, അതിൻ്റെ ഉള്ളിൽ കുറേ എഫക്റ്റുകളുണ്ട്, കുറേ ഫിൽറ്റേഴ്സുകളുണ്ട്. നോക്കി കണ്ട, ബ്ലർ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്. ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ മുന്നേ ചെയ്തിരുന്നു അല്ലേ, മങ്ങിപ്പിക്കാനായിട്ട് മുഖമൊക്കെ നമ്മൾ സ്മൂത്ത് ആക്കാനൊക്കെ ആയിട്ട് ചെയ്തിരുന്നില്ലേ. അതിന് പകരം നോക്കി ഇവിടെ നിന്നാലും നിങ്ങൾക്ക് ബ്ലർ ചെയ്യിക്കാനായിട്ട് പറ്റും. മനസ്സിലായ? ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലത്തെ ഒരു ഫസ്റ്റ് ബ്ലർ ഞാൻ പറയുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു ബ്ലർ ആവണുള്ളൂ. മറിച്ച് ഫിൽറ്ററിൽ ബ്ലറിൻ്റെ ഉള്ളിൽ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ നോക്കി നിങ്ങൾ കണ്ട, ഫയൽ ബ്ലർ ആവണുണ്ടോ? ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് കുറേ ഫിൽറ്റേഴ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കി നോക്കൂ, ബോക്സ് ബ്ലർ ഉണ്ട് കണ്ട, ഓരോന്നിൻ്റെ എഫക്റ്റുകൾ വരും. നോക്കിയൊക്കെ നിങ്ങൾ. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാനാ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിലേക്കൊരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡിസൈൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിട്ടാ, ബ്ലറിൻ്റെ ഉള്ളിൽ ഞാനൊരു മോഷൻ ബ്ലർ കൊടുത്തു, എന്നെ കണ്ട് കൂട്ടിയിട്ട് കൊടുത്തു. കണ്ട സംഭവം മനസ്സിലായ? ഇങ്ങനെ കുറേ ഫിൽറ്റേഴ്സുകൾ നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യാനായിട്ട് ഓരോന്നിലും ഉണ്ട് കുറേ എണ്ണം. ഇപ്പോൾ ഞാനിവിടെ റേഡിയൽ ബ്ലർ കൊടുത്തു. റേഡിയൽ ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിട്ടാ, നോക്കിയൊക്കെ സംഭവം മനസ്സിലായ? എഫക്റ്റുകളാണ്, കംപ്ലീറ്റ് എഫക്റ്റുകളാണ്. ശ്രദ്ധിക്കണം, ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വരിക ഓരോ എഫക്റ്റിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ലെൻസ് ബ്ലർ ഉണ്ട്, മോഷൻ ബ്ലർ ഉണ്ട്, ഷേപ്പ് ബ്ലർ ഉണ്ട്, അങ്ങനെ കുറേ ബ്ലറുകൾ ഓപ്ഷൻസുകളുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ മുഖത്ത് ശ്രദ്ധിക്കട്ടെ. നമ്മൾ നേരത്തെ ഈ ടൂൾ കൊണ്ടല്ലേ ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൊടുത്തിട്ടേ ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഞാൻ ഫിൽറ്ററിൽ ബ്ലറിൽ ഞാൻ എന്ത് ചെയ്തു, ബ്ലർ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഒരിക്കൽ ബ്ലർ കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഫിൽറ്ററിൽ കണ്ട ലാസ്റ്റ് ചെയ്ത എഫക്റ്റോടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ കൺട്രോൾ ആൾട്ട് F, ക്ലിയർ ആണല്ലോ? ആൾട്ട് കൺട്രോൾ F അടിച്ചു കഴിഞ്ഞാൽ ബ്ലർ ആക്റ്റീവായി മാറും. അപ്പോൾ നമ്മൾ കീബോർഡും ഇങ്ങനെ അടിച്ചാൽ മതി, ബ്ലർ ആവണുണ്ട്, അതിനിങ്ങോട്ട് നീക്കി വയ്ക്കുക. സംഭവം മനസ്സിലായ? നമ്മൾ ടൂൾ എടുക്കണമെന്നില്ല എന്ന്, ഓരോ പ്രാവശ്യം കൺട്രോൾ F ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫയല് ബ്ലറായിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചിട്ട് ഞാൻ കൺട്രോൾ ആൾട്ട് F അടിച്ചു കൊടുക്കുക. ഓരോ പ്രാവശ്യം കൺട്രോൾ ആൾട്ട് F അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗങ്ങൾ ഇങ്ങനെ ബ്ലറാവണുണ്ടാ. അപ്പോൾ നമ്മൾ ടൂൾ എടുക്കാൻ പോകണ്ട, വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലറിനെ കറക്റ്റ് ചെയ്യിക്കാം. കറക്റ്റ് ആണല്ലോ? ഇപ്പോൾ കണ്ടില്ല, ആ നെറ്റിയിൽ അവിടെ എഫക്റ്റ് മാറിയത് കണ്ടോ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്ക് മുഖത്ത് ഇവിടെ ബ്ലർ ചെയ്യിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു എഫക്റ്റ് കൊടുക്കണം, ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ കൊടുക്കണം. ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൺട്രോൾ ആൾട്ട് F അടിച്ചാൽ മതി. അതായത് അവസാനം ചെയ്ത ഫിൽറ്റർ കണ്ട, ആ മുഖത്തിൻ്റെ അവിടെ ആ ഭാഗം മാറുന്നുണ്ടോ, ബ്ലർ ആവണുണ്ടോ? ഞാൻ ഈ കീബോർഡുമേ ഓരോ പ്രാവശ്യം ബ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ. കൺട്രോൾ ആൾട്ട് F കൺട്രോൾ ആൾട്ട് F കൺട്രോൾ ആൾട്ട് F എന്ന് അടിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ
ബ്ലറിൻ്റെ എഫക്റ്റിനെ കൊണ്ടുവരുത്താനായിട്ട് പറ്റും, എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ബ്ലർ എന്നുണ്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ബ്ലർ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ബ്ലർ എന്നുള്ള കൺസെപ്റ്റ്. ഇനി നോക്കി നോക്കൂ, ബ്ലർ മോർ ഉണ്ട്, ബോക്സ് ബ്ലർ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഭാഗം, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ഷൻ ചെയ്താൽ ആ ഭാഗം മാത്രമേ എഫക്റ്റ് ആവുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? കണ്ടോ സംഭവം മനസ്സിലായ? നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം എഫക്റ്റ് ചെയ്താൽ ആ ഭാഗം മാത്രമേ എന്താവുള്ളൂ, ബ്ലറ് ആവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എഫക്റ്റുകൾ മനസ്സിലായല്ലോ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുമോ, എന്താണ് ബ്ലർ എന്നുള്ളത് മനസ്സിലായില്ലേ? എഫക്റ്റുകൾ മനസ്സിലായില്ലേ? ഫിൽറ്ററിൻ്റെ ഉള്ളിലാണ് ബ്ലറുകൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ബ്ലർ ഗാലറി അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ അതായത് ഇതിലിവിടെ നോക്കി നോക്കി നിങ്ങൾ, ഇത് പുതിയ വേർഷൻസിൽ വന്നിട്ടുള്ളൊരു അപ്ഡേഷൻ ആട്ടോ. പഴയതിലുണ്ടാവില്ല. ഫിൽറ്ററിൽ ബ്ലറിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലർ ഗാലറി എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ? ഇത് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്ലർ ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് വന്നതുണ്ട് അവിടെ റൈറ്റ് സൈഡിൽ. ഇത് വെച്ച് നമുക്കിങ്ങനെ ബ്ലർ ചെയ്യിക്കാൻ പറ്റും. കണ്ടോ? ഇത് പഴയ വേർഷൻസിൽ ഉണ്ടാവില്ല, പുതിയ വേർഷൻസിലാണ് ഈ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? എല്ലാം എഫക്റ്റൊക്കെ സെയിം തന്നെ, ബ്ലർ ചെയ്യിക്കുന്ന എഫക്റ്റൊക്കെ സെയിം തന്നെ. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ബ്ലർ ഗാലറി. അടുത്തത് വരുന്നതാണ് ഡിസ്ട്രോട്ട് എന്നൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡിസ്ട്രോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ റിപ്പിൾ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. റിപ്പിൾ കണ്ടോ? എഫക്റ്റ് നോക്കി നിങ്ങൾ, മനസ്സിലായ? എഫക്റ്റുകൾ കാണാല്ലേ? ഈ റിപ്പിളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക പിക്ചറിൻ്റെ മുകളിലല്ല, ടെക്സ്റ്റിൻ്റെ മുകളിലാണ് ഉപയോഗിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നൊരു കളറൊക്കെ കൊടുത്തിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്മാർട്ട് അതിൻ്റെ സൈസൊക്കെ കൂട്ടി കൊടുത്തു. ഇവിടെ നിന്ന് സൈസ് കൂട്ടി കൊടുത്താൽ മതി, അറിയാലോ, നമ്മൾ പഠിച്ചുള്ളതാണ്. ഇതിനെ എനിക്ക് റിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കിട്ടാ, ഈ ടെക്സ്റ്റിനെ നമുക്ക് റിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫിൽറ്ററിൽ ഇവിടെ നോക്കി നോക്കിയേ, റിപ്പിൾ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട് അതില്ലേ. ഇങ്ങനെ ആക്കണ സമയത്ത് ഇവർ ചോദിക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഈ ടൈപ്പ് ചെയ്തതിനെ ലെയറാക്കി മാറ്റട്ടെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇവിടെ ലെയർ ബോക്സിൽ ശ്രദ്ധിച്ച് നോക്കൂ. ടൈപ്പ് ചെയ്യണ സമയത്ത് ടെക്സ്റ്റിന് ടി എന്നുള്ള ചിഹ്നം വരാറില്ലേ? പക്ഷെ അത് ലെയറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ റാസ്റ്ററൈസ് എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. രാഹുൽ ശ്രദ്ധിക്കാം. ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് വെച്ചതിനെ ഫിൽറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ റിപ്പിൾ എന്നുള്ളൊരു എഫക്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു ഈ ടെക്സ്റ്റിനെ നമ്മൾ ലെയർ ആക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, റാസ്റ്ററൈസ് ചെയ്തു, ഓക്കെ പറഞ്ഞു. ഇപ്പോൾ നോക്കി നോക്കി നിങ്ങൾ, ആ എഫക്റ്റ് മാറിയതുണ്ടോ? നിങ്ങൾ ആ ടെക്സ്റ്റിൻ്റെ ഒരു എഫക്റ്റ് മാറിയതുണ്ടോ? ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടി കാണിക്കാം, ശ്രദ്ധിക്കാം. ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കളറൊക്കെ കൊടുത്തിട്ട് നേരെ ഞാൻ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. ശ്രദ്ധിക്കട്ടോ, ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്തതിന് എനിക്ക് എന്ത് ചെയ്യണം, ഫിൽറ്ററിൽ വരിക, ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ റിപ്പിൾ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. റിപ്പിൾ റാസ്റ്ററൈസ് ചെയ്യുക. കണ്ട ടെക്സ്റ്റ് നോക്കി നിങ്ങൾ, മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലത്തെ പല എഫക്റ്റുകളും നമുക്ക് രസമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. എന്ത്? ഫിൽറ്ററിൻ്റെ ഉള്ളിലെ എഫക്റ്റുകൾ, ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിലെ എന്ത് ചെയ്യാണ്, ഇവിടെ പല എഫക്റ്റുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ റിപ്പിൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം മതി എന്നുണ്ടെങ്കിലാ, അതായത് ഞാൻ പറയണ എനിക്ക്
ഈ കാണുന്ന ഏരെ ഇത്രയും ഭാഗം മാത്രം റിപ്പിൾ ചെയ്താൽ മതി. അത്രയും ഭാഗം മാത്രം നമ്മൾ സെലക്ഷൻ ചെയ്യുക ലേസർ ടൂൾ കൊണ്ട്. എന്നിട്ട് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ റിപ്പിൾ കൊടുത്ത് നോക്കൂ. കണ്ട, നമ്മൾ കണ്ടിട്ടില്ലേ പല എംബ്ലങ്ങളിലും പല ലോഗോസുകളിലൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ അവസാനം ഉപയോഗിച്ച് ഫിൽറ്റർ വരാൻ Ctrl Alt F ഫിൽറ്ററിൽ കണ്ട Alt Ctrl F. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ ഇമേജിൻ്റെ ഈ ഭാഗം മാത്രം എനിക്ക് റിപ്പിൾ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഭാഗം മാത്രം സെലക്ഷൻ ചെയ്ത് Ctrl Alt F കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റിപ്പിൾ ആക്റ്റീവായി മാറും. അപ്പോൾ ഫിൽറ്ററുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഫോട്ടോഷോപ്പിൽ. ഫിൽറ്ററിൽ കുറേ എഫക്റ്റുകളുണ്ട്. അപ്പോൾ അതിലത്തെ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രോട്ട്. ഇതിൽ ഓരോന്നും എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ ട്രിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. നോക്കി നിങ്ങൾ മനസ്സിലായ? ഫിൽറ്ററിൽ ഡിസ്ട്രോട്ടിൽ ട്രിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ? മനസ്സിലായ? എഫക്റ്റുകൾ മനസ്സിലാവണല്ലേ? അതേപോലെ തന്നെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ വേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. വേവ്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു വർക്ക് ഞാൻ കാണിക്കാം, ശ്രദ്ധിക്കാം. ഞാൻ ഈ ബ്രഷ് ടൂൾ എടുത്തിട്ടേ പുതിയൊരു ലെയർ എടുത്ത് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഞാനൊരു പച്ച കളർ മിക്സ് ചെയ്തു. അതിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, വേറെ ചുവപ്പ് കളർ ഫില്ല് ചെയ്തു. ആ ലെയറിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു മഞ്ഞ കളറും ഫില്ല് ചെയ്തു. ക്ലിയർ ആണല്ലോ? 3 കളർ ഒരൊറ്റ ഇതിലാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു ലെയറിലാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് പറയാണ്, ഫിൽറ്ററിലെ ഡിസ്ട്രോട്ടിലെ വേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് എത്തി. നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. മനസ്സിലായ? അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഉണ്ടാ, നമ്മളൊരു ബ്രഷ് ടൂൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ ഈ ഫിൽറ്റേഴ്സുകൾ ഉപയോഗിക്കാം. ഫിൽറ്ററിലെ ഡിസ്ട്രോട്ടിലെ വേവ് കണ്ടല്ലോ? ഇതേപോലെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളും കുറേ എഫക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വർക്കുകളെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു എഫക്റ്റ് കണ്ടില്ലേ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? ഫിൽറ്ററിലെ ഡിസ്ട്രോട്ടിലെ വേവ് എന്നുള്ളത്. ഇനിയിപ്പോൾ അതിനെ ട്രില്ലിട്ട് നോക്കി. മനസ്സിലായ? ഇങ്ങനെ നമുക്ക് ഏത് എഫക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട എഫക്റ്റുകളൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ എഫക്റ്റിൻ്റെ മുകളിലേ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് മാറ്റാം. കണ്ടോ? കുറേ എഫക്റ്റുകളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇപ്പോൾ ഇത് വേറൊരു എഫക്റ്റാണ്. നോക്കി. ചിലത് പിക്ചറിൻ്റെ മുകളിലാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ, അറിയില്ല. അപ്പോൾ പിക്ചറിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങളൊരു പിക്ചറും കൂടി എടുത്തിട്ട് ആ എഫക്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടോ? ഇതൊരു എഫക്റ്റാണ്. നോക്കി. കണ്ടല്ലോ? മനസ്സിലായില്ലേ? ഇങ്ങനെ ഏത് എഫക്റ്റുകളും നമുക്ക് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിൽ പ്രധാനപ്പെട്ട എഫക്റ്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതെടുക്കുക, എഫക്റ്റിൻ്റെ വേരിയേഷൻസ് നോക്കുക. കണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് പലതരത്തിലുള്ള ഫിൽറ്റേഴ്സുകൾ സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്ത് വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ നോക്കിയൊക്കെ മൊസൈക്ക് എന്നൊക്കെ കൊണ്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ? പിക്സൽസിൻ്റെ മോഡൽ മനസ്സിലായല്ലോ? ഇങ്ങനത്തെ എല്ലാ ഫിൽറ്റേഴ്സുകളും നമുക്ക് ഡിസൈൻ. ഇനി ഇതിലൊരു റെൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. റെൻഡറിൽ ലെൻസ് ഫ്ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ലെൻസ് ഫ്ലെയർ നോക്കിയൊക്കെ നിങ്ങൾ കണ്ടോ? ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ്, ലെൻസിൻ്റെ ഒരു എഫക്റ്റ് വന്നതുണ്ടോ? ഞാനൊരു ഫോട്ടോ കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം.
ഫിൽറ്ററിൽ റെൻഡറിൽ ലെൻസ് ഫ്ലയർ നോക്കിയേക്ക്. നമുക്ക് വേണമെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ നീക്കി വയ്ക്കാം. അതിൻ്റെ ഡയറക്ഷൻസുകൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ എഫക്റ്റ് ആ ഫോട്ടോസിൽ അപ്ലോഡായി വന്നു. ക്ലിയർ അല്ലേ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എഫക്റ്റുകൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് എഫക്റ്റുകൾ ഉണ്ടാവുക. എല്ലാ എഫക്റ്റും നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് കണ്ടല്ലേ പല എഫക്റ്റുകളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് ഞാനൊരു വർക്ക് കാണിച്ചു തരാം, ശ്രദ്ധിക്കാം. ഇത് വെച്ചിട്ട് ഞാനൊരു വർക്ക് കാണിച്ചു തരാം. ഞാൻ നമ്മളെടുത്ത പേജിന് ബ്ലാക്ക് കളർ കൊടുക്കാൻ പോവാണ്. ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്താൽ മതി, അറിയാലോ? ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു. ബ്ലാക്ക് കളർ എടുത്തിട്ടാണ് ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തത്. ഇനി ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ ഒരു വെള്ള കളറിൽ ഞാനിപ്പോൾ FIRE എന്നുള്ളൊരു എഫക്റ്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു, ടൈപ്പ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ടൈപ്പ് ചെയ്യാണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഫോണ്ട് ഏത് ഫോണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോണ്ടുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏരിയൽ ബ്ലാക്ക് കൊടുത്തിട്ട് ഞാൻ ലേശം കട്ടിയുള്ള ഫോണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഫിൽറ്ററിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്ട്രോട്ടിൽ റെൻഡറിൽ മതി. ഫിൽറ്ററിൽ സ്റ്റൈലൈസിൽ വിൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാറ്റ് അല്ലേ? ഇത് നിങ്ങൾ കൊടുത്ത് നോക്കിയൊക്കെ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്ത് കണ്ട. ഫിൽറ്ററിൽ സ്റ്റൈലൈസിൽ വിൻഡ് എന്നുള്ള എഫക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. ഫിൽറ്റർ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ സ്റ്റൈലൈസ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ വിൻഡ് എന്നുള്ള എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ കണ്ട അതിനൊരു കാറ്റിൻ്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്ത് കണ്ട നിങ്ങൾ ഇടത്തെ സൈഡിലേക്ക് കാണാണ്ടല്ലോ. ഇതിനെ നമ്മൾ ഈ പിക്ചറിനെ നമ്മൾ Ctrl T അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചു, റൊട്ടേഷൻ ചെയ്ത് വെച്ചു. ഞാൻ എന്ത് ചെയ്തു? Ctrl F എന്നുള്ള കമാൻഡ്, Ctrl Alt F കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ലെഫ്റ്റിലേക്കായി. വീണ്ടും Ctrl T കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു? Ctrl Alt F കൊടുത്തിട്ട് ഈ സൈഡിലേക്ക് ആക്കി. വീണ്ടും Ctrl T കൊടുത്തു, റൊട്ടേഷൻ ചെയ്തു. ഞാൻ ഇവിടെ നിന്നിട്ട് Ctrl Alt F കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? എഫക്റ്റ് വന്നത് കണ്ട, ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്ത് കണ്ട. ഇനി ഇത് നോക്കിട്ടാ, ഇനി ഞാനിതിനെ 3 സ്റ്റെപ്പ് വെച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇമേജിൽ പോവാം. ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ മോഡിൻ്റെ ഉള്ളിൽ ആദ്യം ഗ്രാസ്കെയിൽ കൊടുക്കുക. ഇമേജിൽ മോഡിൻ്റെ ഉള്ളിൽ ആദ്യം ഗ്രാസ്കെയിൽ എഫക്റ്റ് കൊടുത്തു. ഗ്രാസ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനാണ് പറയണത്. ഓക്കെ, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇമേജിൽ മോഡ് തന്നെ ഇൻഡെക്സ്ഡ് കളർ എന്നുള്ള കമാൻഡ് കൊടുത്തു. ഓക്കെ, ഇമേജിൽ മോഡ് തന്നെ എന്ത് ചെയ്യാണ്? കളർ ടേബിൾ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിൽ ബ്ലാക്ക് ബോഡി എന്നുള്ളൊരു കമാൻഡ് ക്രിയേറ്റ് ചെയ്തു. നോക്കി നിങ്ങൾ ശരിക്കൊരു തീൻ്റെ ഒരു എഫക്റ്റ് വന്നത് കണ്ട. മനസ്സിലായ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞത് സ്റ്റെപ്പ് മനസ്സിലായോ എന്നുള്ളതൊന്ന് പറയണം. ക്ലിയർ ആണല്ലോ? പറയാം. ശ്രദ്ധിക്കൂ കേട്ടോ. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്തു, അത് മനസ്സിലായില്ലേ? സാധാരണ ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറായിട്ടൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വേറെ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ നമ്മുടെ പേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് തന്നെ കൊടുക്കാം.
നമ്മുടെ പേര് കൊടുത്തു. പേര് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിൽറ്ററിൽ പോവുക. സ്റ്റൈലൈസിൽ വിൻഡ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. വിൻഡ്, കാറ്റ്. അതിനെ റാസ്റ്ററൈസ് ചെയ്ത് ഓക്കെ പറയാം. അപ്പോൾ നോക്കിയേ, ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വിൻഡ് ആക്റ്റീവായി മാറിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ T അടിക്കുക, എന്നിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിടുക. മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? കൺട്രോൾ T അടിക്കുക, ഈ കോർണറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട റൊട്ടേഷൻ്റെ റൂൾ കാണാം. ഇവിടെ വെച്ച് ചെറുതാക്കാനും വലുതാക്കാനുമാണ്, പക്ഷേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൊട്ടേഷൻ കൊടുത്തിട്ട് ഞാൻ വീണ്ടും നമ്മൾ മുന്നേ കൊടുത്ത ഫിൽറ്റർ തന്നെ കൺട്രോൾ Alt F ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് വിൻഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് വരാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇടത്തെ സൈഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? വീണ്ടും കൺട്രോൾ T അടിച്ചു, ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ടു. ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ നമ്മുടെ മാറ്ററിനെ തിരിച്ചിട്ടു. എൻ്റർ അടിച്ചിട്ട് വീണ്ടും കൺട്രോൾ Alt F കൊടുത്തു. ക്ലിയർ ആണല്ലോ? വീണ്ടും കൺട്രോൾ T അടിച്ചിട്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് നേരെ എന്ത് ചെയ്യാണ്, ഇതിനെ വെച്ചിട്ട് നേരെ കൺട്രോൾ Alt F വീണ്ടും കൊടുക്കും. അപ്പോൾ ആ എഴുതിയിട്ടുള്ള മാറ്ററിൻ്റെ 4 സൈഡിലേക്ക് നമുക്ക് ആ എഫക്റ്റ് വന്നിട്ടുണ്ട്, ആ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യണ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററിൽ പോവാം, ഇമേജിൽ പോയിട്ട് മോഡ് ആദ്യം ഗ്രേ സ്കെയിൽ കൊടുക്കുക. ഗ്രേ സ്കെയിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് മെർജ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. മെർജ് ചെയ്താലും കുഴപ്പമില്ല, മെർജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് കൊടുക്കുക. പിന്നെ ഇമേജിൽ മോഡ് ഇൻഡെക്സ്ഡ് കളർ കൊടുക്കുക, ഓക്കെ പറയാം. ഇമേജിൽ മോഡ് എന്ത് ചെയ്യുക, കളർ ടേബിൾ പ്രസ് ചെയ്യുക, അതിൽ ബ്ലാക്ക് ബോഡി. ക്ലിയർ ആണല്ലോ? ആ 3 എഫക്റ്റാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് ഇമേജിൻ്റെ ഉള്ളിൽ വരിക, ഇമേജിൻ്റെ ഉള്ളിൽ മോഡ് ആദ്യം ഗ്രേ സ്കെയിൽ കൊടുക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻഡെക്സ്ഡ് കളർ കൊടുക്കുക. പിന്നെ കളർ ടേബിളിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ബോഡി എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കറക്റ്റായിട്ടുള്ള ഒരു കളറിൻ്റെ. അപ്പോൾ ഫിൽറ്ററുകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു എംബ്ലം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചേ, നമ്മളൊരു ലോഗോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ യൂട്യൂബിലിടാനായിട്ട് നമുക്കൊരു ലോഗോ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ ഒരു എസ് എന്നുള്ളൊരു ടെക്സ്റ്റാണ് നമ്മുടെ ലോഗോ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. എസ് എന്നുള്ള ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഒരു ലോഗോ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കിയേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നോക്കിട്ടോ. ആദ്യം ഞാൻ ഫിൽറ്ററിൽ പോയി, ആദ്യം വേണമെങ്കിൽ സെലക്ഷൻ ചെയ്ത് വെക്കാം. നമുക്ക് സെലക്ഷൻ ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗം മാത്രം ഞാൻ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഒരു റിപ്പിൾ കൊടുത്തു. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത ടൂൾ ഈ ഭാഗത്തും ഞാൻ അതേ എഫക്റ്റ് തന്നെ കൊടുത്തു, അതേ ഫിൽറ്റർ തന്നെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കാനാ അങ്ങനെയുള്ള ഏത് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചെയ്തുകൂടെ? മാജിക് വാണ്ട് കൊണ്ട് ക്ലിക്ക് ചെയ്തു, ബ്രഷ് ടൂൾ എടുത്തു. മാജിക് വാണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ എവിടെ ഉണ്ടോ കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആവും കേട്ടോ. ഇനി ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു കുറച്ച് യെല്ലോ മിക്സ് ചെയ്തു. കണ്ടോ? ഇവിടെ ഞാൻ കുറച്ച്
കുറച്ച് ഗ്രീൻ കളറിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്തു. കണ്ടില്ലേ? ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു കളറാണെന്നുണ്ടെങ്കിൽ ആ കളേഴ്സും കൂടി ഞാനിപ്പോൾ കുറച്ച് റോസ് കളർ മിക്സ് ചെയ്തു. ക്ലിയർ ആണല്ലോ? സെലക്ഷൻ പോണതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വല്ല എഫക്റ്റുകളൊക്കെ കൊടുത്തു നോക്കാം. ഫിൽറ്ററിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു റെൻഡർ, ഷാർപ്പൺ, സ്റ്റൈലൈസ്, കുറേ എഫക്റ്റുകളുണ്ട് കേട്ടോ. അതിൽ ഓരോ എഫക്റ്റ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഈ കാണുന്ന ഒരു എഫക്റ്റ് ഇട്ട് കൊടുക്കും. ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? ഈ എഫക്റ്റ് മനസ്സിലായല്ലോ? ഇത് ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇതിപ്പോൾ ഒരു ലോഗോ ആയിട്ട് മാറി അല്ലേ? മനസ്സിലായ? അപ്പോൾ ഇതിൻ്റെ പേര് ഇപ്പോൾ എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ SS വിഷൻസ്, ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രമല്ല കേട്ടോ. ഇതാണ് നമ്മുടെ എംബ്ലത്തിൻ്റെ പേര് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ലോഗോയ്ക്കും ഒരു പേരുണ്ടാവുമല്ലോ അല്ലേ? ഇതിൻ്റെ കോപ്പി ഒരെണ്ണം കൂടി ഞാൻ എടുത്തിട്ട് തിരിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ലാൽ ജോസ് ക്രിയേഷൻസ് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇതാണിപ്പോൾ നമ്മുടെ ലോഗോ എന്ന് വിചാരിക്കുക. ഇങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ലോഗോസുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലോഗോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ എഴുതിയിട്ടുള്ള മാറ്റർ ആണ് കുറച്ച് വലുത് വേണ്ടത്. മറ്റേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എംബിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണത്. കണ്ടാണ്? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫിൽറ്ററുകൾക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ലോഗോസാണ് അതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചുകൂടെ? ഓക്കെ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്റ്റൈലുകൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായ? ഇതിപ്പോൾ ഫോണ്ട് മാറ്റുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെറ്റർ സ്റ്റൈൽ ഇട്ടിട്ട് വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് കുറച്ച് ലൂസൊക്കെ ആക്കി ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ലോഗോസുകളെ അപ്ലോഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് ലോഗോസുകൾ കണ്ടമാനം ഉണ്ടാക്കാം. കാരണം എന്താ അറിയോ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രയുള്ളൂ കേട്ടോ. ഈ എഫക്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ചെയ്ത എഫക്റ്റ്, അതിപ്പോൾ നമ്മൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഫക്റ്റാണ് അല്ലേ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യണ്ട, ടെക്സ്റ്റ് എടുക്കുക, ഏതെങ്കിലും ഒരു എഫക്റ്റൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ലോഗോസുകൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ടെക്സ്റ്റിലൂടെ മാത്രമല്ല കേട്ടോ ലോഗോ ക്രിയേറ്റ് ചെയ്യാം, അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ലോഗോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാം. ഇതൊക്കെ ഇതേപോലെ വരച്ചുണ്ടാക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓരോരുത്തർ വരച്ചുണ്ടാക്കുന്ന ലോഗോസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് എഫക്റ്റ് വേണമെങ്കിലും കൊടുക്കാമെന്ന് അർത്ഥം. കണ്ടോ, ഇതൊരു എഫക്റ്റ്, ഇത് കണ്ടോ, ഇത് വേറെ ലോഗോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലബ്ബുകളുടെ ലോഗോ. സംഭവം മനസ്സിലായില്ലേ? ഇങ്ങനെ
ലോഗോസുകൾ നമുക്ക് സ്വന്തമായിട്ട് ലോഗോസുകൾ ഫോട്ടോഷോപ്പിലൂടെ ഡിസൈൻ ചെയ്യിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ എഫക്റ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഫിൽറ്റേഴ്സുകൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് എഫക്റ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഫക്റ്റിൽ അത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഒരു എഫക്റ്റുകളാണ്. ക്ലിയർ അല്ലേ? കണ്ട, ഇങ്ങനെയൊക്കെ നമുക്ക് ഫിൽറ്റേഴ്സുകളെ കൊണ്ട് സെറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇത്ര ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? അപ്പോൾ ഫിൽറ്ററിൻ്റെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ എഫക്റ്റുകളും എടുത്ത് ഇപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്ന് എടുത്തായി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു വർക്ക് പഠിക്കാൻ പോണത് ഫെദർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഫെദർ എന്താണ്? ഫെദർ ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? തൂവല് എന്നൊക്കെ ഉള്ള അർത്ഥം, അങ്ങനെ മിനുസായിട്ടുള്ളത് എന്നുള്ളൊരു അർത്ഥത്തിലൊക്കെയാണ് ആ വർക്കുകൾ നമുക്ക് വരുന്നത്. ഇപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ഇതാക്കുകയാണ്. നമുക്ക് അതിൻ്റെ ആ വർക്കിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ട്, ഏതെങ്കിലും ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. അതായത് പേടിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഫയൽ എടുത്തിട്ടുണ്ട്, തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് എനിക്കൊരു ഫോട്ടോ കൊണ്ടുവരണം. ശ്രദ്ധിക്കുക, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലിലേക്ക് എനിക്കൊരു ഫോട്ടോ കൊണ്ടുവരണം. നിങ്ങൾ ഇംഗ്ലീഷ് ഈ പ്രേതങ്ങളുടെ സിനിമകളിലൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ നമ്മുടെ പേജിലേക്ക് അതിനെ വലിച്ചിട്ട് വിട്ടാം. ഇതിനൊരു എഫക്റ്റ് കൊണ്ടുവരണം. ഒരു എഫക്റ്റുകൾ കൊണ്ടുവരണം എന്നുള്ളത് ശ്രദ്ധിക്കാം. ഒരു പിക്ചർ കൊണ്ടുവരണം ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ തൽക്കാലം ഞാനൊരു പിക്ചർ എടുക്കുകയാണ്. നിങ്ങൾ അതിനനുയോജ്യമായിട്ടുള്ള പിക്ചർ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത കോട്ട് ഇട്ടിട്ടുള്ള ആ പിക്ചർ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പിക്ചർ തിരഞ്ഞെടുക്കാം. ഈ പിക്ചറാണ് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. പക്ഷേ ഇതിനെ ഞാനിതിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ആ എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്യില്ല. മറിച്ച് വലിച്ചിട്ട ഈ പിക്ചറിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു റൗണ്ട് വെച്ചിട്ട് സെലക്ഷൻ ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരു റൗണ്ട് വെച്ച് സെലക്ഷൻ ചെയ്തു. എന്നിട്ട് സെലക്റ്റിൽ പോയിട്ട് മോഡിഫയർ ഉള്ളിൽ ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഷിഫ്റ്റ് F6 അടിച്ചാൽ മതി. സെലക്ട് എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ മോഡിഫൈ എന്നുള്ളതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫെദർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഷിഫ്റ്റ് F6 എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും എത്ര ശതമാനം ഫെദർ റേഡിയസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്തെന്ന് ഒരു 100% കൊടുത്തുട്ടാണ്. എൻ്റർ അടിച്ചു. 100% കൊടുത്ത് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് ആയി പോകണണ്ട. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെലക്ഷൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം സെലക്ഷൻ ആവണം. അതിനായിട്ട് നമ്മൾ പഠിച്ച ടൂള് കൺട്രോൾ ഷിഫ്റ്റ് ഐ ഇൻവേഴ്സ് എന്ന് പറയാം. നമ്മൾ സെലക്ഷൻ ചെയ്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം സെലക്ഷൻ ആവാനായിട്ട് സെലക്റ്റിലെ ഇൻവേഴ്സ് എന്നുള്ള ഭാഗമാണ് യൂസ് ചെയ്യുക. സെലക്റ്റിലെ ഇൻവേഴ്സ് കൺട്രോൾ ഷിഫ്റ്റ് ഐ, എന്നിട്ട് ജസ്റ്റ് ഡിലീറ്റിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോക്കി നിങ്ങൾ, മനസ്സിലായ? ഇപ്പം നോക്കി നിങ്ങൾ കണ്ടിട്ടില്ലേ പല സിനിമയിലും ഇപ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരണത്, അല്ലെങ്കിൽ മലയുടെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പൂവിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ല ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലയിച്ചു വരുന്ന ഒരു ഫീലിംഗ് കണ്ടിട്ടില്ലേ?
ക്ലിയർ ആണല്ലോ? ഇതിലിപ്പോൾ ഈ ഫോട്ടോ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ആയ കാരണം അതിനോട് മാച്ച് ഇല്ലാത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫോട്ടോസുകൾ ഫെദർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കും. പറയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ വർക്ക് ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ചോളൂ, ഞാൻ പറയാം. പറയണോ? ഫെദർ പറയണോ? ക്ലിയർ ആണല്ലോ? അതായത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഏത് ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നമ്മുടെ പേജിലേക്ക് വലിച്ചിടുക. വലിച്ചിട്ടിട്ട് നമ്മളിതിനെ സെലക്ഷൻ ചെയ്യാം. സെലക്ഷൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? സെലക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് മോഡിഫൈയിലെ ഫെദർ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുക. ഫെദർ ക്ലിയർ ആണല്ലോ? ഫെദറിൻ്റെ ഒരു മെഷർമെൻറ്റ് കൊടുക്കുക. എന്നിട്ട് Ctrl+Shift+I ഇതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക. കണ്ടോ? Ctrl+Shift+I അടിക്കുന്നത് ഇൻവേഴ്സ് ഭാഗമാണ് കേട്ടോ. ഇൻവേഴ്സ് നമ്മൾ സെലക്ഷൻ ചെയ്തതിൻ്റെ പുറത്തെ ഭാഗം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതാണ് ഫെദർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ലയിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വർക്കാണ് എന്ത്? ഫെദർ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ സെലക്റ്റിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു ഐഡിയ ആവും. എല്ലാവരും ശ്രദ്ധിക്കുക. സെലക്ട് ഇത് ഞാൻ കളയാണ് കേട്ടോ. ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഒരു വെൽക്കം എന്ന് ഞാൻ വെറുതെ ടൈപ്പ് ചെയ്തു. എനിക്കിത് കറക്റ്റ് പേജിൻ്റെ സെൻറ്ററിലേക്ക് വരണം. ശ്രദ്ധിക്കുക, പേജിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കണ്ട മേലെ അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ എടുക്കുന്നുണ്ട് നിങ്ങൾ. അതിൽ സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. സെൻറ്ററിലെ സെൻറ്റർ മനസ്സിലായല്ലോ? പക്ഷേ വേറൊരു കേസുണ്ട്, ശ്രദ്ധിക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത ഒരു ബോക്സ് വരച്ചിട്ട് പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? എനിക്ക് ഇതിൻ്റെ സെൻറ്റർ വരണമെന്ന് വിചാരിക്കാം. മനസ്സിലായല്ലോ? ഈ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ വരണമെന്ന് വിചാരിക്കാം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതും ഈ കാണുന്ന ടെക്സ്റ്റ് ലെയറും കൂടി ക്ലിക്ക് ചെയ്യുക. രണ്ടും കൂടി ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? പേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിസ്ക്കും ഇല്ല. രണ്ട് ഒബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ കണ്ട കറക്റ്റ് സെൻറ്ററായിട്ട്. ഇത് തന്നെയാണ് സെലക്റ്റിൻ്റെ ഉള്ളിൽ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് മൊത്തം സെലക്ഷൻ ആവും. നമ്മുടെ പേജ് മൊത്തം സെലക്ഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സെലക്ട് ഓൾ. ഡീസെലക്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സെലക്ഷൻസിനെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡീസെലക്ട്. പിന്നെ അതേപോലെ തന്നെ സെലക്റ്റിൻ്റെ ഉള്ളിൽ റീസെലക്ട് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കാം, ഞാനിവിടെ സെലക്റ്റും ചെയ്തു. സെലക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ സെലക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡീസെലക്ട് എന്നുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യാം. മറിച്ച് സെലക്ഷൻ്റെ ഉള്ളിൽ റീസെലക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് വീണ്ടും അത് സെലക്ഷനായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? സെലക്ഷൻ്റെ ഉള്ളിൽ ഓള് പേജ് മൊത്തം സെലക്ഷൻ ചെയ്യാൻ, ഇത് ഡീസെലക്ട്, ഇത് റീസെലക്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവേഴ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? നമ്മൾ സെലക്ഷൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. മനസ്സിലായ? നമ്മൾ സെലക്ഷൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് എന്ത് ഉപയോഗിക്കുക? സെലക്ഷൻ്റെ ഉള്ളിൽ ഇൻവേഴ്സ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. സെലക്റ്റിൻ്റെ ഉള്ളിൽ ഇൻവേഴ്സ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് മോഡിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. മോഡിഫൈ ശ്രദ്ധിക്കുക. സെലക്റ്റിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്കൊരു 25% ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 25% ബോർഡർ കൊടുക്കും. ക്ലിയർ ആണല്ലോ? സെലക്ഷൻ്റെ ഉള്ളിൽ മോഡിഫൈൻ്റെ ഉള്ളിൽ ബോർഡർ. സ്മൂത്ത് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. സെലക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടെ ഒരു 25% സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആക്കാം. ക്ലിയർ അല്ലേ? സെലക്ഷൻ്റെ ഉള്ളിൽ മോഡിഫൈൻ്റെ ഉള്ളിൽ സ്മൂത്ത്. എക്സ്പാൻഡ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. സെലക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? വലുതാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന്, എനിക്കൊരു 50% സെലക്ഷനെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെലക്ഷനെ വലുതാക്കാം. ക്ലിയർ ആണല്ലോ? സെലക്ഷൻ്റെ ഉള്ളിൽ മോഡിഫൈൻ്റെ ഉള്ളിൽ പോയിട്ട് എക്സ്പാൻഡ്. കോൺട്രാക്റ്റ് എന്നൊരു ടൂൾ ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റും. നമ്മൾ ചെയ്ത സെലക്ഷനെ മോഡിഫൈ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഫെദർ നമ്മൾ പിന്നെ പഠിച്ചതാണ്. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഒരു പോസ്റ്റർ കൂടി ഡിസൈൻ ചെയ്യുന്നത് കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. കണ്ടല്ലോ? നമ്മൾ പഠിച്ച ടൂൾ വെച്ചിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വർക്കാണ്. ഒന്ന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കണ്ടോ ആൻഡ്രോയിഡ് വിത്ത് കെൽപ്പൻ എന്നിട്ടൊരു ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടോ? കോൾട്ടിങ്. ക്ലിയർ ആ? മനസ്സിലായ? അതിൻ്റെ ഉള്ളിൽ നോക്കി നിങ്ങൾ കളറ് 2 കളർ മിക്സ് ചെയ്തതിൽ കണ്ട ഒരു ഡാർക്കും ലൈറ്റ് ബ്ലൂവും മിക്സ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആ വർക്ക് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക. ഞാൻ എന്ത് ചെയ്തു, ഇതിൽ തന്നെ ഞാൻ കാണിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പേജിൽ കാണിക്കാം. നോക്കിട്ടാ, ആൻഡ്രോയിഡ് വിത്ത് Kotlin, KOTLIN. ഓക്കെ, സെൻട്രൽ എലമെന്റ് കൊടുത്തു. കുറച്ച് കട്ടിയുള്ള ഫോണ്ട് കൊടുക്കുക. എന്നാലാണ് അതിന് ആ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടല്ലോ? ഓക്കെ, നോക്കൂ. ഇത് ഫുള്ള് വലിയ അക്ഷരത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് ക്യാരക്ടർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഈ വലിയ അക്ഷരം കൊടുത്താൽ മതി, ഓൾ ക്യാപ്സ് കൊടുത്താൽ മതി. ഇനി അതിന് വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫോം പറഞ്ഞുതരാം. ഇവിടെ പോയി ചെയ്യൊന്നും വേണ്ട. സെലക്ഷൻ ചെയ്തിട്ട് Ctrl+Shift+K അടിച്ചാൽ മതി. എന്താണ് Ctrl+Shift+K? കണ്ടോ? Ctrl+Shift+K അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? അതവിടെ കൂടെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിനൊരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇവർ കൊടുത്ത കളറിനെ കൊടുക്കണമെങ്കിൽ ആ കളറിനെ കൊടുക്കാം. ഒരു കളർ കൊടുത്തു. ഓക്കെ, ഇനി എനിക്കിതിൻ്റെ ലൈറ്റ് ബ്ലൂ മിക്സ് ചെയ്യണം. 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഇതിനെ, ഈ ലെയറില്ലേ, നമ്മുടെ ടൈപ്പ് ചെയ്ത ലെയറിനെ, അതിനെ നമ്മളൊന്ന് റാസ്റ്ററൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ലെയറിൻ്റെ മേലെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റാസ്റ്ററൈസ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ? അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലെയറായിട്ട് മാറി. ഇനി നമുക്ക് ഇവിടെ നിന്ന് മേജിക് വാണ്ട് ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. സിമിലർ അടിച്ചാൽ മതി. കണ്ട? കളർ കംപ്ലീറ്റ് സെലക്ഷൻ ആയത് കണ്ട? ഇനി ബ്രഷ് ടൂൾ എടുത്തിട്ട് അടുത്ത കളർ ഏതാ? ഞാൻ അതിൻ്റെ വീഡിയോ അയച്ചു തരാം കേട്ടോ. ഈ കളർ ഇങ്ങനെ സൈഡിൽ മിക്സ് ചെയ്തു. കണ്ട?
2 കളർ വന്നതുണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാലോ. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ലെയർ ബോക്സിൽ ശ്രദ്ധിക്കട്ടെ, ലെയർ ബോക്സിൽ ആ ടൈപ്പ് ചെയ്തതിന് മുകളിൽ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റാസ്റ്ററൈസ് എന്നൊരു ഓപ്ഷൻസ് കാണാം. അതായത് ടൈപ്പ് ചെയ്തതിനെ ലെയറാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടൈപ്പ് ചെയ്തതിനെ ലെയറാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന റാസ്റ്ററൈസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി മാറി, ആ ലെയർ ആ ടൈപ്പ് ചെയ്തത് ലെയറായി മാറി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിത് മുഴുവൻ സെലക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ മാജിക് വാൻ ടൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാജിക് വാൻ ടൂൾ പഠിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ പറയുകയാണ് എന്തെന്ന്, ഒരു കളറിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കളറിൽ ക്ലിക്ക് ചെയ്താൽ ആ എ എന്നുള്ളത് മാത്രമേ സെലക്ഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമിലർ എന്നൊരു ഓപ്ഷൻസ് കാണാം. സിമിലർ, ക്ലിയർ ആണല്ലോ. ഈ സിമിലർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട കംപ്ലീറ്റ് ഭാഗം സെലക്ഷൻ ആയത് കണ്ട. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട് ഏത് കളറാണെന്നുണ്ടെങ്കിൽ ആ കളർ എടുത്തിട്ട് ബ്രഷ് ടൂൾ എടുക്കുക, പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഇവിടെ ടോപ്പിൽ കൊടുത്തു, ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തു. ഇനി അടിയിൽ വേറെ കളറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ കളർ എടുത്തിട്ട് പതുക്കെ ഉണ്ടാകും അടിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു, ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണല്ലോ. മനസ്സിലായ? അതിലൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കി നോക്കി, ഈ ലൈവ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഭാഗം നമുക്കതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാം. ഈ ലൈവ് ക്ലാസ്സിൻ്റെ വർക്ക് എങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നോക്കാം നമുക്ക്. ഒന്ന്, ഓട്ടോ ഷേപ്സ് എടുത്ത് വരച്ചിരിക്കുകയാണ്. ഓട്ടോ ഷേപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്നലെ പഠിച്ചില്ല. ഇവിടെ പല ഷേപ്പുകളുണ്ട്. ആ ഷേപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷേപ്പ് ഇങ്ങോട്ട് വരയ്ക്കാം. ക്ലിയർ അല്ലേ? അത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, കളർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കളർ നമുക്ക് അവസാനം കൊടുക്കാം. ഇനി ഈ റേഡിയസ് കണ്ട നിങ്ങൾ, ഇപ്പോൾ ഈ ഫോട്ടോസിൽ നോക്കി നോക്കി കുറച്ച് ആർച്ച് കൂടുതൽ വളഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ഭാഗമൊക്കെ കുറച്ച് കൂടുതൽ വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് റേഡിയസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടി കൊടുക്കാം. 50 ഉണ്ടാ. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ആ റേഡിയസ് വളഞ്ഞതുണ്ട് നിങ്ങളുടെ. ഇതിപ്പോൾ ഒരു 80 ആണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് വരിക കേട്ടോ. ഓക്കെ. എന്നിട്ട് കൺട്രോൾ എൻ്റർ ശ്രദ്ധിക്കുക. ഷേപ്പ് എടുത്തു, കൺട്രോൾ എൻ്റർ കൊടുക്കുക. റേഡിയസ് കൂട്ടണം കേട്ടോ. അവിടെ ഞാൻ ഒരു 80 കൊടുത്തു. ഓക്കെ, കൺട്രോൾ എൻ്റർ അടിച്ചു. സെലക്ഷൻ ആയില്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഒരു കളർ ഫില്ല് ചെയ്യുക. പുതിയ ലെയർ എടുക്കാൻ മറക്കരുത്, ശ്രദ്ധിക്കണം. പുതിയ ലെയർ എടുക്കാൻ മറക്കരുത്. നമ്മുടെ ലെയർ ബോക്സിൽ നമ്മൾ പുതിയൊരു ലെയർ എടുക്കുക. ലെയർ എടുത്തിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് ഫില്ല് ചെയ്തു. ആൾട്ട് കളർ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആൾട്ട് ബാക്ക് സ്പേസ് ഫില്ല് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതിലൊരു ബ്ലൂ കളർ ഫില്ല് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സെലക്ഷൻ പോണതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രഷ് ടൂൾ എടുക്കുക, ആ കളർ എടുക്കുക,
ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ എടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ഗണത്തിൻ്റെ ബ്രാക്കറ്റ്, ഗണം ബ്രഷ് വലുതാക്കാനും ചെറുതാക്കാനും നമ്മൾ ഗണം എന്നുള്ള ബ്രാക്കറ്റാണ് ഉപയോഗിക്കുക. അത് വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ പോയിന്റ് ഒന്ന് ഇവിടുന്ന് കൂട്ടിയാലും മതി കേട്ടോ. ബ്രഷിൻ്റെ പോയിന്റ് ഇവിടുന്ന് കൂട്ടിയാലും മതി. നമ്മളിപ്പോൾ ഈ ബ്രഷിൻ്റെ പോയിന്റ് വെച്ച് ഇതിനെ ക്രിയേറ്റ് ചെയ്യും. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? മനസ്സിലായ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതിലിപ്പോൾ നമുക്ക് ഒരു ആ യെല്ലോയിലൊരു ടെക്സ്റ്റും കൂടി ഞാൻ സെറ്റ് ചെയ്യണത് കാണിക്കാം. അതിനായിട്ട് ഞാൻ ചെയ്യണത് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഒരു ഓട്ടോ ഷേപ്സും കൂടി വീണ്ടും വേറെ വരയ്ക്കുകയാണ്. വേറെ വരച്ചു. ഞാൻ നേരത്തെ എടുത്തായിരുന്ന പോലെ ഒന്നെങ്കിൽ ഇവിടെ തന്നെ കളർ എടുക്കാം, നമുക്ക് യെല്ലോ എടുക്കാം. അപ്പോൾ പിന്നെ വേറെ കളർ ഫില്ല് ചെയ്യണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൂടെ? അതിൻ്റെ മേലെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൂടെ? ഇനി വർക്കിൽ ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടാവും. ഒരു ഫോട്ടോ കട്ട് ചെയ്ത് വെച്ചതാണ്. ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിന് ഇപ്പോൾ നമ്മൾ 2 കളർ ഗ്രേഡിയൻറ്റിൻ്റെ കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ക്ലിയർ ആണല്ല? ഫോട്ടോ കട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചുള്ളതല്ലേ? അപ്പോൾ ഈ വർക്ക് ചെയ്തുകൂടെ? സുഖമായിട്ട് ചെയ്തുകൂടെ? ഈ ഷേപ്പുകളൊക്കെ വെച്ച് ഇതേപോലെ ഒരു ഫോട്ടോ കട്ട് ചെയ്ത് കൊടുന്ന് വെച്ച് ബാക്കിലൊരു കളർ ഇട്ട് നമുക്ക് ഇതേപോലത്തെ പോസ്റ്ററുകൾ ചെയ്തുകൂടെ? ഓക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം ഇന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗം ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഓക്കെ. ഒരു മിനിറ്റ് ഇട്ടാ, ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.